ഗുഡ് മോർണിംഗ്. അങ്ങനെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. രാവിലെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അവനെ ക്ലാസ്സിൽ വിടുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് കേട്ടോ. അപ്പോൾ അവനെ റെഡിയാക്കുക. രാവിലെ അവൻ തന്നെ എല്ലാം ചെയ്തോളും, എന്നാലും ഒന്നും കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ എത്തത്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് പുറകെ നടന്ന് തീറ്റിക്കലും പിടിക്കലും ഒക്കെ ആയിട്ടൊന്ന് നടന്ന് സെറ്റാക്കും. 2 സെക്കൻഡ് നേരത്തെ, 2 സെക്കൻഡ് അല്ല, 2 മിനിറ്റ് നേരത്തെ ദൂരേ ഉള്ളൂ കേട്ടോ നമുക്ക് ബസ് വന്ന് നിൽക്കുന്നിടത്ത്, സ്കൂൾ ബസ് വന്ന് നിൽക്കുന്നിടത്തേക്ക്. പക്ഷേ എന്നാലും പുള്ളിക്ക് നടന്നു പോകാനൊക്കെ ഒരു ചെറിയ മടിയാണ്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിനെ അങ്ങ് കൊണ്ടാക്കും കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ കുറച്ച് പാടങ്ങളും വയലും ഒക്കെയുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ്. രാവിലെ നടക്കാനൊക്കെ പോയാൽ നല്ല രസമാണ്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഉണ്ടടാ എൻ്റെ 2 ചെടികൾ വാടിയൊക്കെ നിൽക്കുന്നു. എനിക്കങ്ങനെ കാണുമ്പോൾ ഒരു വിഷമം കേട്ടോ. കാരണം ചെടികളോട് അത്യാവശ്യം കുറച്ച് താല്പര്യമുള്ള ആൾക്കാരാട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ ഒരു ചെടി കിട്ടിയാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യും. അതവിടെ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു തണ്ട് കൊണ്ടുവന്ന് ഇവിടെ കുത്തുന്നു, ഇവിടെ നിന്നൊരു തണ്ട് അങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ആട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് നനച്ചു കൂട്ടത്തിൽ നമ്മൾ കാണാതെ തന്നെ 1-2 ചെടികൾ അതിൻ്റെ ഇടയിലൊക്കെ നനവ് കിട്ടാണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെടികളുടെ ഇലയുടെ മണ്ടയ്ക്ക് കൂടി വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിഭാഗം ചിലപ്പോൾ നനഞ്ഞെന്ന് വരില്ല. അങ്ങനെ ഇലയെല്ലാം വകഞ്ഞ് മാറ്റി വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഫ്രഷപ്പായിട്ട് ഒന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോകാം. ഇതിനിടയിൽ ഉച്ചക്കലത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിച്ചിട്ട് ചോറ്റാനിക്കര അമ്പലം ഞങ്ങളുടെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി. അവിടെ ഒരു ആനേനെ കെട്ടിയിരിക്കുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ കുറച്ച് നേരം വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ അവിടെ അങ്ങനെ ഒരു സപ്താഹം വായന പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് നേരം അത് കേട്ടിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കേട്ടിരിക്കാനും. നമുക്ക് ഒന്ന് മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. വീട്ടിൽ വെറുതെ ഇങ്ങനെ നമ്മൾ ചില ദിവസങ്ങളിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഇങ്ങനെയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ഇരിക്കുക എന്നുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടി ഇരുന്നേനെ. പക്ഷേ ജോസ്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു കൂട്ടുകാരി കേട്ടോ, അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവൾ വന്നതിന് ശേഷമുള്ള വീഡിയോസൊന്നും അങ്ങനെ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം അവളെ കൊണ്ടാക്കാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നാട്ടോ പോയത്. അവളെയും കയറ്റി വിട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു എടി നടന്ന് പോകാം, അങ്ങനെയാണ് എൻ്റെ വൈകുന്നേരത്തെ ഒരു നടപ്പും ആകുമല്ലോ എന്ന് കരുതിയിട്ട്. ഞങ്ങളുടെ ഏരിയ മൊത്തം കുറച്ച് കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇറക്കം ഇറങ്ങി കേട്ടോ, നല്ലൊരു ഇറക്കമാണ് അത്. ആ ഇറക്കം ഇറങ്ങി വരുന്നതിൻ്റെ ഒരു കിതപ്പാട്ടോ എനിക്ക്. ഒരുപാട് തടി കാര്യങ്ങളൊന്നും എനിക്കില്ലെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം എക്സസൈസ് ഇല്ലാത്ത കൊണ്ട് തന്നെ ഈ മാതിരി നടപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കൊരു ചെറിയ കിതപ്പൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഒന്ന് കുറച്ച് കേട്ടോ. കാരണം കഴിഞ്ഞ മാസം എനിക്ക് കുറച്ച് ഹോസ്പിറ്റൽ കേസും, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഭയങ്കര ക്ഷീണം. ഇതെന്താണ് ഭയങ്കര ക്ഷീണം? കാലുവേദന, കൈവേദന, മൊത്തത്തിൽ ക്ഷീണം. അങ്ങനെ പോയി നോക്കിയപ്പോഴേക്ക് ഡീഹൈഡ്രേഷനുണ്ട്, ചെറിയ രീതിയിൽ ഫാറ്റി ലിവറുണ്ട്, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള തന്ത്രപ്പാടുകളാട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഈ ഒരു വീട് കണ്ടോ, അതിപ്പോൾ ഇതിങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കും കേട്ടോ. നമ്മുടെ മറിമായം പോലത്തെ പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനെയുള്ള പരിപാടിയൊക്കെ അത് ഷൂട്ടിങ്ങും കാര്യങ്ങളും, പിന്നെ ചെറിയ കല്യാണം, അതായത് അങ്ങനെയുള്ള എന്തെങ്കിലും വെഡ്ഡിങ് പരിപാടികൾക്കൊക്കെ ആയിട്ടോ ബർത്ത്ഡേ പരിപാടിക്കൊക്കെ ആയിട്ടോ ആ സ്ഥലം കൊടുക്കും കേട്ടോ. അത് നല്ല കുറച്ചിങ്ങനെ പഴയ ട്രഡീഷണൽ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയി, അവനൊരു 5-5:30 ആകുമ്പോൾ എത്തും കേട്ടോ. അപ്പോൾ അവന് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ച് ബീഫ് കറി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അവനത് പുട്ടും ബീഫും ആയിട്ട് കഴിക്കാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ പറഞ്ഞിട്ട് പോയി എന്നോട്. ഞാനപ്പോൾ വിചാരിച്ചു എന്നാൽ ഗോതമ്പ് പൊടി നനച്ചെടുക്കാൻ എനിക്ക് ഇച്ചിരി താമസമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി ജസ്റ്റ് ഇച്ചിരി വെള്ളവും ഉപ്പും ചേർത്തൊന്ന് നനച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് 2 കറക്കങ്ങ് കറക്കിയെടുക്കും. അപ്പോൾ ചെയ്യുമ്പം നാളെ രാവിലത്തേക്കും കൂടി ഉള്ളതായിട്ട് നനച്ച് വയ്ക്കും കേട്ടോ. അത് നല്ലൊരു കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ രാവിലെ അത് എടുക്കാം. ഒന്നുകൂടി കുറച്ച് തേങ്ങയും കുറച്ചൊരു വെള്ളവും കൂടി കുടഞ്ഞൊന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു. അപ്പോഴേക്കും അവന് മാമ്പഴം വേണമെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ അമ്മയ്ക്കും അവനും കുറച്ച് മാമ്പഴമൊക്കെ ചെത്തി കൊടുത്തു. നല്ല മഞ്ഞ കളർ കണ്ടിട്ടാണ് ആ മാമ്പഴം മുറിച്ചത്. പക്ഷേ അതിന് അത്യാവശ്യം കുറച്ച് പുളി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി അവരുടെ മാമ്പഴം ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്ത് എടുത്തു. ഞങ്ങളതൊക്കെ കഴിച്ച് ബാക്കി വന്ന ഗോതമ്പ് പുട്ടുപൊടി ഞാനതെടുത്ത് ഫ്രിഡ്ജിലോട്ടും വെച്ചു. അവനെ പുട്ടും കുത്തി കൊടുത്തു. അവനെ ഹാപ്പി. പിന്നെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ പഠിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ കേട്ടോ.
ഇത് കാണുന്നവർ എന്തെങ്കിലുമൊക്കെ ഒരു കമൻ്റൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്താണ് അതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്നൊക്കെ പറയുവാണെങ്കിൽ എനിക്കതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. എന്തെങ്കിലും ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് പോണേ ഇത് കാണുന്നവർ. ഓക്കെ, ബൈ ബൈ.